ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പുതിയൊരു ഫോർമുല, സം എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ്. എക്സലിലെ സം എന്ന് പറഞ്ഞ ഫോർമുല എന്തിനാണ് യൂസ് എന്ന് വെച്ചാൽ, രണ്ട് സെല്ലിലുള്ള അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ സെല്ലുകളിലുള്ള നമ്പേഴ്സിൻ്റെ ടോട്ടൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് 2-3 തരത്തിലത് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എക്സലിൻ്റെ അകത്ത്. അത് 2-3 തരത്തിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാം ആ സം എന്ന് പറഞ്ഞ ഫോർമുല നമുക്ക് നോക്കാം. അതിന് ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഫോർമുല ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ ഇപ്പം ഞാൻ ഓൾറെഡി യൂസ്ഡ് ആയതുകൊണ്ടാണ് ഇതിൽ സം കോൺകാറ്റിനേറ്റ് അങ്ങനെ പല ഫോർമുല ഉണ്ട് അത് കാണിക്കുന്നത്. മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഓൾ. നിങ്ങളിതിപ്പം യൂസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഈ ഓളിൽ പോയ ശേഷം ഇവിടെ സെർച്ച് ചെയ്താൽ മതിയാവും. സമ്മിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം അത് വന്നു, ഓക്കെ കൊടുക്കുക. അപ്പം ഇതുപോലെ ഉണ്ടാകും. നമുക്ക് ഏതിലൊക്കെ ഉള്ളതാണ് സെല്ല്, ഒന്നിത്, രണ്ടാമത്തത് ഇത്, അങ്ങനെ എത്ര സെല്ല് വേണമെങ്കിൽ നമുക്ക് സമ്മ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സെല്ല് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3-ൽ എന്താണ് വാല്യൂസ് ഉള്ളത് അതിൻ്റെ ടോട്ടൽ ഇവിടെ വരും. അപ്പം 1 കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ലേ, 3-നും ടോട്ടൽ ഇവിടെ വന്നു. ഇത് ഒരു തരത്തിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ നമുക്ക് ഈ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കുറച്ച് നമ്പേഴ്സ്, ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് 2 കീയിലൂടെ, അതായത് 2 കീ പ്രസ്സിലൂടെ നമുക്ക് ഉത്തരം കിട്ടും. ആൾട്ട് ഈക്വൽ ടു ഒന്നിച്ച് പ്രസ് ചെയ്യുക, കണ്ടല്ലേ ആക്ടിവേറ്റ് ആയി. ആ ഫോർമുല ഇവിടെ ആക്ടിവേറ്റ്. സം D1 D16. D1 എന്ന് പറയുന്നതും ഇതാണ്, D1. D16 എന്ന് പറഞ്ഞാൽ ഇതാണ്, സോറി. അപ്പം അവിടുന്ന് ഇവിടം വരെ ഉള്ളതിൻ്റെ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ടോട്ടൽ കിട്ടി. കണ്ടല്ലേ, വളരെ എളുപ്പമാണ്. ആൾട്ട് ഈക്വൽ ടു ഒന്നിച്ച് പ്രസ് ചെയ്യുക, ആൾട്ട് ഈക്വൽ ടു, ആൾട്ട് പ്ലസ് ഈക്വൽ ടു. ഇനിയിപ്പം അതല്ല, വാല്യൂ ഇങ്ങോട്ടാണ് എന്ന് എടുക്കുക, 3, 4 അങ്ങനെ പോവാണ്. അപ്പം നമുക്കിവിടെ സം വേണം. വേറെ തരത്തിൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകണം. ഈക്വൽ ടു ഡയറക്റ്റ് അടിക്കുക, സം നടിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടല്ലേ, അതിൽ ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സമ്മിൻ്റെ മേലുള്ളത് അതിൽ വെച്ച് ടാപ്പ് കീ പ്രസ് ചെയ്യുക. ഇപ്പം നമ്പർ 1 കാണാം, അത് നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് എത്ര കോളംസ് അല്ലെങ്കിൽ എത്ര സെല്ലുകളിലെ വാല്യൂ ആണ് സം ആവേണ്ടത്, ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ വരികയാണെങ്കിൽ. അപ്പം D1 to G1 എന്ന് വന്നു. D1 എന്ന് പറയുന്നത് ഇതാണ്, G1 എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് സമ്മിൻ്റെ ആ സമ്മ് കിട്ടും. അത്രയും നല്ലത്. അപ്പം 3 തരത്തിൽ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഏത് കോളത്തിലുള്ളയും ഏതൊക്കെ വാല്യൂ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സം ചെയ്യാം. എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ സം അടിച്ചോ, ടാപ്പ് കീ ഇവിടെ നിന്ന് ഇത്രയും കൊമ്മ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉത്തരം കിട്ടുക. കണ്ടല്ലേ, അങ്ങനെ പലതരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും മെയിനായിട്ട് ഈക്വൽ ടു സം എന്നുള്ള ഈക്വേഷൻ യൂസ് ചെയ്യുക, ടാപ്പ് കീ പ്രസ് ചെയ്യുക, ഇത് കൊമ ഈ ടോട്ടൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സമ്മ് കിട്ടും. കണ്ടല്ലേ, എളുപ്പമല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതപ്പോൾ സെറ്റ് ഓഫ് ഒരു കോളത്തിലുള്ള തന്നെ മുഴുവൻ വാല്യൂൻ്റെ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഞാനിവിടെ ചെയ്ത പോലെ ആൾട്ട് ഈക്വൽ ടു അടിക്കുക, എൻ്റർ കീ നിൽക്കുക. അപ്പോൾ അതിൻ്റെ സമ്മ് വരും. ഓക്കെ, അതിപ്പോൾ എത്ര വലിയ കോളായാലും ശരി, എത്ര വലിയ ഡാറ്റ ഉണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഫോർമുല ബാറിൽ പോയി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈക്വൽ ടു സം നടിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഏതൊക്കെ കോളാണ്, ഏതൊക്കെ റോസാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സെല്ലിലെ വാല്യൂസാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഫോർമുലയുമായി വേറൊരു വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.
ഗുഡ് ബൈ.